നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു പരിപാടി എറണാകുളം മറൈറ്റവിൽ നടക്കുകയാണ്. പലസ്തീൻ ഇഷ്യൂവാണ് വിഷയം. അവിടെ നടക്കുമ്പോൾ ABC ചാനലിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ വർഗീയ പ്രസ്ഥാനങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജില്ല കൂടി ആവശ്യപ്പെടുന്നു. ഒരു ജില്ല കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് VMS ആണ് കൊടുത്തതെന്നും ഞങ്ങൾക്ക് UDF തന്നിട്ടില്ല, അതുകൊണ്ട് കോൺഗ്രസ് ജില്ലയോട് തരണം എന്നൊക്കെ പറഞ്ഞാണ് ചർച്ച. അതിൽ സത്യം അങ്ങനെയൊന്നുമല്ല. EMS ആദ്യം സമ്മതിച്ചെങ്കിലും പിന്നീട് ഭരണം വന്നതിന് ശേഷം സമ്മതിച്ചില്ല. അപ്പോഴാണ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങളുടെ പോക്കറ്റിൽ ഒരു ചെറിയ ടേപ്പ് റെക്കോർഡ് ഉണ്ടായത്. അതിൽ അന്നത്തെ സംഭാഷണ ടേപ്പ് പോയി. അറിയാതെ ടൈപ്പ് ചെയ്തതാണ്. അന്ന് EMS എലക്ഷൻ കഴിഞ്ഞാൽ കൊടുക്കാതെ പറഞ്ഞാലാണ്. പക്ഷേ എലക്ഷൻ കഴിഞ്ഞ് വേണ്ടൊക്കെ തുടങ്ങി. ഇപ്പോൾ പുള്ളി ഒന്ന് ഉരുണ്ട് കളിച്ച് പറഞ്ഞു പറയുന്നതാണ്. എനിക്കറിയാം, തെളിവൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അപ്പോഴാണ് ഇത് കാണിച്ച് അങ്ങനെ കൊടുത്തു പറഞ്ഞത്. അങ്ങനെയാണ് EMS കൊടുത്തു എന്ന് പറയുന്നത്. എന്തുമായിട്ട് ഈടോ ഞാൻ ചോദിക്കുകയാണ് ഈ മുസ്ലിം ലീഗിനോടും ഇപ്പോഴത്തെ ഹിന്ദു വർഗീയ ഫാസിസ്റ്റുകളോടും, മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്നുണ്ട് എന്ന് ചോദിച്ച് അതൊരു മുസ്ലിം ജില്ലയാകും ഉണ്ടോ? നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്നല്ല അറിയപ്പെടുന്നത്, അതിൽ ജില്ലയിലേ ആവുള്ളൂ. അങ്ങനെ ആൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണ സൗകര്യത്തോടെ ജില്ലകൾ തിരിക്കും. അത് ബ്രിട്ടീഷുകാർ കൊണ്ടാണ് ഭരണ സൗകര്യമുണ്ട്. താലൂക്ക്, ജില്ല, ഇതൊക്കെ രാജാക്കന്മാരുടെ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഭരണ സൗകര്യത്തോടെയാണ്. അത് ചെയ്യുമ്പോൾ അതിൽ ഒരു കുരു പൊട്ടുമ്പോൾ ഇന്ന് ആ ABC ചാനൽ ചർച്ച ചെയ്യുന്ന ഒരു കാർന്നോര് എന്നേക്കാൾ പ്രായപ്പെടുന്നുണ്ട് കണ്ടിട്ട്, തലമുടി കരിച്ചിട്ട്. അയാൾക്ക് മനസ്സിലിരിക്കുന്ന എന്ത് വർഗീയ തീവ്രതയാണ്. ഒരു സമുദായം കൂടുതലായി പോയി വെച്ചിട്ട് ആ ജില്ല വിഭജിക്കുക, അത് ആ സമുദായത്തിനാണോ? പക്ഷെ അത് കാരണം ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗാണ്. ഈ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ നിങ്ങൾ തല്ലുകൊള്ളികൾ മാത്രമായിട്ട് എത്ര കാലം ഇങ്ങനെ പോകും? എന്ത് ചെയ്താലും കുറ്റം. ധൈര്യമായിട്ട് ഒരു മുണ്ടൊന്ന് മുറുക്കി കൊടുക്കുന്ന സാധിക്കുന്നുണ്ടോ? എന്തടോ ലീഗുകാരെ സാധിക്കാത്തത്? നിങ്ങൾ ആ മുസ്ലിം എന്ന പേര് വെച്ചുള്ള പാർട്ടി ഉണ്ടാക്കിയിട്ടാണ്. നിങ്ങളത് ഇട്ടോട്ട് ദേശീയത. ഇത് ഇന്നിപ്പോൾ എൻ്റെ ഒരു ഫ്ലെക്സ് ഇട്ട് ഒരു 50-ഓളം മലപ്പുറത്ത് വന്ന ലീഗുകാരെന്നെ വിളിച്ചു ചോദിച്ചോ ഞങ്ങൾ സമ്മേളനത്തിൽ ഒന്നാണ്. ഞാനൊരു കാര്യം പറഞ്ഞു. ഇന്ന് കേരളത്തിലുള്ളതിൽ പിണറായി വിജയൻ സഖാവിന് മാറ്റി നിർത്തിയാൽ അത് പിന്നെ കുഞ്ഞാലി കുട്ടികൾ വലിയൊരു രാഷ്ട്രീയ നേതാവ് ഇല്ല. രാഷ്ട്രീയം മാത്രമല്ല, സാമ്പത്തികമാണെങ്കിലും വിദ്യാഭ്യാസമൊക്കെ ആണെങ്കിലും. എന്നിട്ടും ഈ കുഞ്ഞാക്ക എന്ന് പറയുന്ന ആൾക്ക് ഈ VD സതീശൻ്റെയും അല്ലെങ്കിൽ പ്രിയങ്കയുടെയൊക്കെ കാല് പിടിച്ച് നടക്കേണ്ട കാര്യം സാധിക്കണം. എന്തേടോ നിങ്ങൾക്ക് പോയി മരിക്കാൻ പാടില്ലേ? ഭാരമായി നിൽക്കല്ലേ? നിങ്ങൾ ദേശീയതായിൽ വന്നിട്ട് നട്ടിൽ നിവർത്തി എന്ത് ചോദിക്കുന്നത്? ഞങ്ങൾക്ക് രാജ്യം ഭരിക്കാനുള്ള അവകാശമുണ്ട്, ഞങ്ങൾ വോട്ട് കൂടുതൽ 1 ലക്ഷം കിട്ടി ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ മുഖ്യതയാകും എന്ന് ധൈര്യമായിട്ട് പറയുമ്പോൾ പിന്നെ ആര് ചോദ്യം ചെയ്യും? നിങ്ങളത് മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കുന്നതല്ലേ? ഇന്ന് അയാൾ പറഞ്ഞു 1905 ഇന്ത്യൻ മുസ്ലിം ലീഗ് രൂപീകരിച്ച ഇന്ത്യയിൽ. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ആണല്ലോ 1905. അത് ഈ 47 സ്വാതന്ത്ര്യം കിട്ടി 48 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കി. ആ 1905 മുസ്ലിം ലീഗും ഇന്നത്തെ ഇന്ത്യൻ മുസ്ലിം ലീഗും യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞാണ് തുടങ്ങിയതും. അങ്ങനെയാണ്. എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം ഞാൻ വിളിച്ചത് ആ മഹാനായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മരിച്ചുപോയി. അദ്ദേഹം ആ പേര് ഉപയോഗിച്ചു. പല ബുദ്ധിജീവികളും പറഞ്ഞു, മരമണ്ടന്മാരെ പറഞ്ഞു, നിങ്ങൾ അത് പേരിന് ഉപയോഗിക്കേണ്ട, അത് കാലഹരണപ്പെട്ടു പോയതാണ്, അത് ഭിന്നിച്ച് പോയി കഴിഞ്ഞ് പുതിയ പേരിടാന്ന് ബുദ്ധിജീവികൾ പറഞ്ഞു. അന്നും എന്നെപ്പോലുള്ള ചിന്തകൾ ജീവിച്ചിട്ടുണ്ടായി. അന്ന് ഈ തെമ്മാടിക്കൂട്ടം ഞാനിങ്ങനെയൊക്കെ അത്ര കർശനമായിട്ട് പറഞ്ഞല്ലോ, അത്ര വിഷമമുണ്ട് ഈ നാണം കേട്ട് ഈ സമൂഹത്തിൽ നിൽക്കുമ്പോൾ. നിങ്ങൾ കാരണം അന്ന് നിങ്ങളെ പേര് മാറ്റി ദേശീയതാര പേരിട്ട് നിന്ന് ഇന്ത്യൻ്റെ അവസ്ഥ എന്തായിരുന്നു? 3 ജനസംഖ്യയുള്ള ഇന്ത്യ, ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ, 20% മുസ്ലിങ്ങൾ ഇന്ത്യയിൽ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു വലിയൊരു പ്രസ്ഥാനമായി കൂടെ വളർന്ന് പന്തലിക്കാമല്ലോ? 80-ൽ തുടങ്ങി BJP 30 വർഷത്തുള്ളിൽ രാജ്യം ഭരിച്ചെങ്കിൽ എത്ര ശതമാനം അവർക്ക്? നിങ്ങളെപ്പോലെ 1/3 ജനസംഖ്യ BJPക്ക് ഇല്ല അനുഭാവികൾ. ഹിന്ദു എടുത്താലും ക്രിസ്ത്യൻ എടുത്താലും എല്ലായിടത്തും ഇല്ല. ഏറ്റവും കൂടുതൽ ശക്തരെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒറ്റക്കെടുത്ത ന്യൂനപക്ഷങ്ങളാണ്. മുസ്ലിം ഉൾപ്പെടെ 3 ന്യൂനപക്ഷങ്ങളുണ്ട്, സിഖൊക്കെ ചേർത്ത്.
അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് രാജ്യം ഭരിക്കാനുള്ള തെറ്റ്. ഇനി മുസ്ലിം എടുത്തതിന് 20% ഇല്ലേ, അത് നിങ്ങളെ മുസ്ലിം എന്ന പേര് മാറ്റി ധരിച്ചാൽ പോരെ. ഏതെല്ലാം ഇവിടെ ആലപ്പുഴ ജില്ലയുണ്ടായി, കാസർഗോഡ് ജില്ലയുണ്ട്, വയനാട് ജില്ലയുണ്ട്, ഇടുക്കി ജില്ലയുണ്ട്, 22 ജില്ലയുണ്ടായി, അതും കോഴിക്കോട് കണ്ട കരുമ്പടേ. ഈ ജില്ലകൾ ഉണ്ടായിപ്പോൾ ഒരു വിഷയം ഉണ്ടായില്ല ഇവിടെ. ഒരു തെണ്ടികളും അത് മുസ്ലിം ജില്ലയാണ് പറഞ്ഞില്ല. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ പറഞ്ഞല്ലോ അത് മുസ്ലിം ജില്ലയാണ്, കൊച്ചു പാകിസ്ഥാൻ ജില്ലയാണ്. അവരൊക്കെ കാരണത്തിലടിക്കണ്ടേ? കാരണത്തിലടിക്കണമെങ്കിൽ നിങ്ങൾ നില ക്ലിയർ ആക്കണം. നിങ്ങളാ പച്ചക്കൊടിയും കാണിച്ച് താടിയും വെച്ച് മുസ്ലിം എന്ന പേര് കേട്ട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയല്ല പറയാതെ നിങ്ങളെയൊക്കെ തല്ലിക്കൊല്ലും. കുഞ്ഞാക്കയുടെ പറഞ്ഞ എതിർക്കാക്കി എതിർത്തോ. നിങ്ങൾക്ക് എന്താണ് പോരായ്മയുള്ളത്? ഞാൻ കുഞ്ഞാക്കയെ തന്നെ പറയാം. മുസ്ലിം ലീഗ് എന്ന കുഞ്ഞാക്കയിൽ തങ്ങളൊന്നുമില്ല, പാവങ്ങളെ. നിങ്ങൾക്ക് എന്തെടോ ഭൗതികമായിട്ട് ഈ ലോകത്ത് കുറവ്? വിദ്യാഭ്യാസമില്ലേ, സമ്പത്തില്ലേ, ആരോഗ്യമില്ലേ, സൗന്ദര്യമില്ലേ, രാഷ്ട്രീയ പാരമ്പര്യമില്ലേ, രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഇല്ലേ? പാരമ്പര്യ ഹെറിഡിറ്റിൻ്റെ എക്സ്പീരിയൻസ് പരിചയമാണ് ഇല്ലേ? എന്നിട്ട് നിങ്ങൾ ഇന്നലെ സതീശിന് മുമ്പിൽ നിങ്ങൾ മുട്ടൂത്തി നടക്കുമ്പോൾ ഞങ്ങൾക്ക് നാണാവുന്നതേ. കുഞ്ഞാക്ക നിങ്ങൾ മനസ്സിലാക്കണം, സതീശൻ്റെ ഒരു കൂട്ടുകാരാണല്ലോ പിന്നെ എന്താണ് രമേശ് ചെന്നിത്തല അവസ്ഥ എന്നറിയോ? മുട്ട വച്ച അവസ്ഥയിലാണ്. കാരണം അദ്ദേഹത്തെ ആകത്താക്കി അനുകൂലം നിന്നത് NSSൻ്റെ സുകുമാരൻ നായരായിരുന്നു. ഞങ്ങൾക്ക് താക്കോൽ സ്ഥാനം വേണം, കീ പോയിന്റ് വേണം എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ വരച്ച വരയിൽ നിർത്തിയിട്ട് ആഭ്യന്തരമന്ത്രി വാങ്ങിച്ചെടുത്താണ്. ആ ഒറ്റ കാരണമുണ്ട്. ആ NSSൻ്റെ ആൾ നോമിനി എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഒരിക്കലും മുഖ്യമന്ത്രി ആവാൻ പറ്റാത്തത്. ആവൂലനി. അതുപോലെ കുഞ്ഞാക്ക മുസ്ലിം ലീഗിൻ്റെ പേരിൽ നിൽക്കുന്ന കാലം ഒരിക്കലും മുഖ്യമന്ത്രി ആവില്ല. ഇതൊക്കെ കാരണങ്ങളുണ്ട്. ഇതിപ്പോൾ ആ NSSും അവസാനം LDF സപ്പോർട്ടായി. ഇനി രമേശ് നിങ്ങൾ എവിടെ ചെന്നപ്പോൾ അതാണ് നിൽക്കണം, ഇരിക്കേണ്ട ഇതായി നിൽക്കി വരില്ല. നിങ്ങളെ സംഗതി മാമതി ഞാനൊരു ഇന്ത്യക്കാരാണ്, ഞാനൊരു കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞ് ആ സുകുമാരൻ നായരോട് പറയിപ്പിക്കായിരുന്നെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. നിങ്ങൾ അടിവരയിട്ട് അണ്ടർലൈൻ ചെയ്ത് ആൾക്കാർ നോട്ട് ചെയ്ത്. അതാണ് മറ്റാക്കള്. അതുപോലെ ഞാൻ രമേശിന് മാത്രമല്ല, ഞാൻ കുഞ്ഞാക്കൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആളെ ഇരുന്നുകൊണ്ട് കേരളത്തിൽ മുഖ്യ സ്ഥാനം ആവശ്യപ്പെടാൻ പറ്റുമോ? രമേശിന് ആവശ്യപ്പെടാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങളത് മാറ്റാതെ ഈ നാണം കെട്ടുന്ന എറികെട്ട രീതിയിൽ ഈ രണ്ടാം പൗർണായി ഈ സതീശൻ്റെയും രമേശിൻ്റെയൊക്കെ ഓച്ചാനിച്ച് റാമുളിൽ നിന്ന് ഇവിടെ വലിയ കാര്യമുണ്ടോ? അൻവർ ഇറങ്ങി വന്നതല്ലേ? അൻവർ ഇറങ്ങി വന്നപ്പോഴേ മുന്നണിയിലെടുക്കാൻ നിങ്ങൾ രമേശിനോട് സതീശോട് കെഞ്ചി തിരില്ലോ? സതീഷ് സമ്മതിച്ചോ? നിങ്ങളിതാണ് സതീശനെ ആശ്രയിക്കണത്. അറിയൂ പോയി സതീശൻ ആരാണ് ഇവിടെ? സതീശൻ്റെ കപ്പാസിറ്റി ഇത്രയാണ്, രമേശിൻ്റെ കപ്പാസിറ്റി ഇത്രയാണ്. പറ്റേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഷർ അല്ലെങ്കിൽ പിന്നെ ശാപവും കിട്ടി. വേണ്ടത്തെ സമയം നിങ്ങൾക്ക് പടച്ചു തന്നു ലീഗർക്ക്. അത് നിങ്ങൾ വിനിയോഗിക്കാതുള്ള ഒരു ശാപം കിട്ടി. കണക്ക് ഞാൻ പറഞ്ഞുതരാം. അല്ല ഇത് നിങ്ങൾ പറയേണ്ടതാണ്. എന്നെക്കൂട്ട് പറയിപ്പിക്കുക നിങ്ങളാണ് പുറത്ത് പറയേണ്ടത്. എന്താണ് കണക്ക് കേട്ടോ? ഞാൻ പല പ്രാവശ്യം ഒരിക്കലും പറയാണ്, 23% എടോ കുഞ്ഞാക്ക, 23% ഈഴവ. അതിൽ 80% പേരും LDFിനാണെന്ന് സംശയമുണ്ടോ? ഞാൻ കുഞ്ഞാക്കയുടെ വ്യക്തിയായിട്ട് ചോദിക്കുകയാണ്. പെണിക്കലും 80% LDF അല്ലേ? അത് ഇത്തവണ 90% ആവും. കാരണം പല കാരണങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞത്. ബാക്കി എത്രയുണ്ട്? 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് ഈഴവൻ്റെ കിട്ടുന്നത്, ഈ രമേശിൻ്റെ അല്ലെങ്കിൽ സതീശൻ്റെ കോൺഗ്രസ് കിട്ടുന്നത്. വ്യക്തമായിട്ട് പറയാണ്. നേരിട്ട് വാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം, പരസ്യമായിട്ട് പത്രക്കാരെ വിളിക്കാം. കണക്കിൽ ഞാൻ പറയാം. നിങ്ങൾ ആ കണക്ക് ഗണ്ണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ കളയാം. പാർട്ടി നിയമല്ല, ഞാൻ വലിയ പാർട്ടിക്കാരൊന്നുമില്ല, കൊച്ചു പാർട്ടി ആളല്ലേ. 23% ഈഴവാസിൽ 80% കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ വേണ്ടി ഇത്തടത്ത് 90 ആവും. ബാക്കി എത്രയുണ്ട്? 100 ഈഴൻ വോട്ട് ചെയ്യാൻ ഈഴൻ്റെ വോട്ട് കിട്ടുള്ളൂ കോൺഗ്രസിന്. കുഞ്ഞാക്കൊക്കെ വലിയ മനസ്സിലാകുന്നുണ്ടോ? എത്ര വയസ്സായുടെ കുഞ്ഞാക്ക? എൻ്റെ പ്രായം നിങ്ങൾക്ക്. ഇനി നായർ രമേശിന് പാർട്ടി എടുക്കാം. ആകെ 9% ഉള്ളൂ. 12 ഉണ്ടായതടക്കം കുറച്ച് 9% ഉള്ളൂ. ഈ 9%-ൽ 50% BJPക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞ ഇലക്ഷൻ വരെ. ഇത്തവണ 70% ആവും. അപ്പോൾ എത്ര കിട്ടും? 110,000 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് രമേശിൻ്റെ പാർട്ടി കോൺഗ്രസ് കിട്ടുന്നത്. അതിൽ നിന്നിട്ട് നിങ്ങൾ 6 നായേഴ്സ് മുഖ്യമന്ത്രി എന്ന് നിർബന്ധിക്കുന്നതും ഷാട്ടി പിടിക്കുന്നതൊക്കെ.
ഒറ്റ ശാഠ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ UDF ഭരണം പോകും. ഞങ്ങൾ പരമാവധി എങ്ങനെയെങ്കിലും UDF അധികാരത്തിൽ കേട്ടും എന്നിട്ട് LDF നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ പാര വെച്ച് BJP വളർത്താണ്. ഇന്നൊരു കാര്യം പറഞ്ഞ് നമ്മുടെ സെൻകുമാർ, ആരാണ് പോലീസ് സ്റ്റേഷൻ ഏറ്റവും ഉന്നതൻ, അതേ 3 കാര്യം പറഞ്ഞു മുസ്ലിങ്ങളെ കുറിച്ച്. മോശമൊന്നുമല്ല പറഞ്ഞു, നല്ല പറഞ്ഞു. അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച, നെറ്റ് പരീക്ഷ, പിന്നെ നീറ്റ് പരീക്ഷയിലൊക്കെ ഉന്നത വിജയം കിട്ടുന്ന തലയിൽ തട്ടുപെട്ട മുസ്ലിം പെൺകുട്ടികൾ, പ്രത്യേകം മലപ്പുറത്ത് വരുന്ന കുട്ടികളൊക്കെ. അയാൾ AG ഹാളിൽ കലൂരി യോഗം കൂടി ഈ IASകാർക്കും IPSകാർക്കും ട്രെയിനിങ് കൊടുക്കാൻ ഒരു കോച്ചിങ് ഇതാണ്. അപ്പോൾ ഒരു RSകാരോട് ഈ സെൻകുമാർ ചോദിക്കുകയാണ്, നിങ്ങൾ വല്ലതും കണ്ടവിടെ? ഇല്ല, ഒന്നും ശ്രദ്ധിച്ചില്ല. ഇരിക്കുന്ന കണ്ട ഒരു പെൺകുട്ടികളിൽ അധികം ഒരു തട്ടുപെട്ട പെൺകുട്ടികളില്ലേ, അതെ, അവരൊക്കെ വന്ന് ഉന്നത വിജയം നേടാണ്. എന്ത് NSS ചെയ്യുന്നില്ല, എന്ത് SNDP ചെയ്യുന്നില്ല? സുകുമാരൻ നായരോടും വെള്ളാപ്പള്ളിയും പറഞ്ഞ് നിങ്ങൾ അതുപോലെ സംഘടിപ്പിച്ച് അവിടേക്ക് എന്ന തൊട്ടതിനും പിടിച്ചാലും മുസ്ലിങ്ങളെ കുറ്റം എന്താണ്? ഈ മനുവാദികൾ എന്താ പറഞ്ഞത്? മുസ്ലിങ്ങൾ വൃത്തിയില്ല, കുടിക്കില്ല, പഠിക്കില്ല, വിദ്യാഭ്യാസമില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് എടുക്കുന്നത്. പക്ഷെ ഉന്നത വിദ്യാഭ്യാസങ്ങൾ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് മലപ്പുറത്തെ പെണ്ണുങ്ങളാണ്. അച്യുതാനന്ദൻ പറഞ്ഞില്ല, അച്യുതാനൻ മണ്ണായിപ്പോയി. അച്യുതാനന്ദൻ പറഞ്ഞില്ലേ 10-25 കൊല്ലം കൊണ്ട് ഇന്ത്യ മുസ്ലിം രാജ്യമാകും, മലപ്പുറത്ത് കുട്ടികൾ ജയിക്കുന്ന കോപ്പി അടിച്ചിട്ട് പറഞ്ഞ ആ മനുഷ്യൻ. ഞാൻ ആ മനുഷ്യൻ പറഞ്ഞില്ല. ബാക്കി പല നന്മയുണ്ടെങ്കിലും അത് ഇതുപോലെ മണ്ടത്തിനും പറഞ്ഞാണ് വിട്ടുകളയാണ്. അപ്പോൾ ഒരു വശത്തോടെ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുന്നു കൊള്ളൂല എന്ന് പറഞ്ഞു. പക്ഷെ അവർ ഉന്നതകുലം ചേരുമ്പോൾ അത് അനുകരിക്കാൻ പറയുന്നു. സെൻകുമാർ പറഞ്ഞത് ഇന്നത്തെ നെറ്റിൽ കിടപ്പുണ്ട്. മറ്റൊന്നും അറിയോ? ജനസംഖ്യ പറഞ്ഞത്. എടോ, നിങ്ങൾ വിദേശത്തേക്ക് പോയി സമ്പാദിച്ച് അവിടെ ആയിരുന്നു, കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല, കല്യാണം കുട്ടികളുണ്ടാകാൻ പറ്റില്ല, അതോ കഴിച്ച് ഒരു 10 പൈസ കല്യാണം കഴിച്ച് ഒരു കുട്ടിയെ പ്രസവിച്ചാൽ അത്രേ, ഒരു കുട്ടിയുടെ പ്രസംഗം ചൂടി ആ പെണ്ണുമ്പോൾ പാത്രം കഴിവ് വെച്ച് ഭർത്താവ് സമ്മതിക്കുകയും ചെയ്ത്. അങ്ങനെയല്ല, മറ്റൊരു അധ്വാനം ജീവിക്കുന്ന വർക്കുണ്ടല്ലോ, ഒരു 18 വയസ്സാകുമ്പോൾ പെൺകുട്ടികൾ വിവാഹം കഴിക്കും. കഴിച്ച് അധികം താമസിച്ചാൽ 1, 2, 1, 2, 3, 3 ഇല്ല 1, 2 കുട്ടികൾ പോകും. അതെന്തോ വലിയ അപരാധമായിട്ട് കാണുന്നത്. ഇവിടെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളും കല്യാണം കഴിക്കേണ്ടെന്ന് കുട്ടികളുണ്ടാക്കുന്ന ഏതെങ്കിലും മുസ്ലിം മതം പറഞ്ഞാൽ തന്നെ അവർ കരണം തടിക്കണ്ടേ? അവർ പറയും എന്താ അവകാശം? അത് അവരവകാശം, മൗലിക അവകാശമല്ലേ? എന്നിട്ട് കുറ്റം മുസ്ലിങ്ങൾക്കാണ്, തീവ്രവാദികൾക്കാണ്. അപ്പോൾ എന്ത് ന്യായമാണ് നടക്കുന്നത്? ഇതിനൊക്കെ കാരണം എന്ന് വെച്ചാൽ കാരണമാരുടെ ഈ മുസ്ലിം ലീഗ് എന്ന വാക്ക് ഉപയോഗിച്ച് നടക്കുന്ന അതുകൊണ്ടാണ്. നിങ്ങൾ ഇത്രയും കാലഘട്ട പേരിൻ്റെ കൂടെ മുസ്ലിം മാറ്റാൻ പറ്റിയില്ലേ? ഇനി എന്ത് കാലത്താണ്? നമ്മൾ ക്രിസ്ത്യൻ സമുദായമുള്ള 15% ഉള്ളെന്ന്. അതിൽ 5% കൺവേർട്ട് ക്രിസ്ത്യാണ്, ബാക്കി 10% ഉള്ളൂ. ആ 10% മുന്നോക്ക ക്രിസ്ത്യാണ്, പിന്നെ റോമൻ കാത്തലിക്കാണ്. കോട്ടെ മൊത്തം കൂട്ടി 10% ഉണ്ടെങ്കിൽ 5% കോൺഗ്രസ് അല്ലെങ്കിൽ UDFന്, ബാക്കി 3% കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, 2% BJPക്ക്. അതേ പോകുള്ളൂ. എന്ന് പറഞ്ഞാൽ 100 ക്രിസ്ത്യാനി വോട്ട് ചെയ്യുമ്പോൾ 5 ക്രിസ്ത്യാനിയിൽ കോൺഗ്രസ് കിട്ടും. അവരും എല്ലാ സ്ഥാനം ആവശ്യപ്പെടാണ്. അങ്ങനെ സ്ഥാനം കൊടുത്ത് അതായത് പണ്ട് മൂത്താശ്ശേരി പറഞ്ഞ് ഭാര്യയോട്, ഭാര്യ നീ മക്കളെ പട്ടിയിടരുന്ന്, അപ്പോൾ കിട്ടുന്ന ഭക്ഷണം മുഴുവൻ മക്കൾക്ക് കൊടുക്കും. അങ്ങനെ അച്ഛന് ഭക്ഷണം കിട്ടാതെ വൈറ്റമിൻ ഇല്ലാതെ അവശനായി കിടന്ന് പണി നിർത്തിയപ്പോൾ കുട്ടികൾ പട്ടിണി. അപ്പോൾ ആശാരി പറഞ്ഞതാണ് എന്നെ ശ്രദ്ധിക്കണം, എങ്കിലേ എനിക്ക് മക്കളെ എനിക്ക് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കിട്ടുന്ന എല്ലാം ഇവർക്ക് കൊടുക്കും, ക്രിസ്ത്യൻസ് കൊടുക്കും. എന്നിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന കാക്കാന്മാർ വോട്ട് ചെയ്യുമോ? ലീഗിൻ്റെ കാക്കാന്മാരല്ല, അല്ലാത്ത ബുദ്ധിജീവികളുണ്ട്. ഞാൻ പറയുന്നത് രാഷ്ട്രീയ ജനതാദളിൻ്റെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് ഞാനാണെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ആ ഒരു കാര്യം വിട്ടുപോയത്. അതിലൊരു ബാലകൃഷ്ണാനന്ദ സ്വാമിയുണ്ട്, അദ്ദേഹം ഡൽഹി ബേസ്ഡാണ്, വലിയ ഉന്നത പണ്ഡിറ്റ് കർപ്പറേഷൻ ശേഷം വന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് എനിക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി ശ്രമിച്ച ആളാണ് കേട്ടോ. അത് ഞാൻ തന്നെ പറയാൻ വിട്ടുപോയതാണ്. പക്ഷേ ഇന്ന് ആ സംഘടന അത് എന്നെ ഒഴിവാക്കാൻ വേണ്ടി ബോംബെയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഒരു കളി കളിച്ച് ഒരുത്തനും വൈപ്പിൽ നിന്ന് കുറേ RS ആയിട്ട് ഒരു രാധാകൃഷ്ണ ആൾ ട്രിവാൻഡ്രത്ത് വന്ന് 2 വണ്ടി നിറച്ച് വോട്ടിടാന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ വോട്ടെടുക്കാൻ ഞാനില്ല, കാരണം അന്ന് പാർട്ടി പണം മുടക്കി ഞാൻ ബുദ്ധിമുട്ടായി. ഒന്നും ഭരണമുണ്ടായില്ലല്ലോ, RJDക്ക് ഭരണമുണ്ടായില്ലെന്ന്, കേരളത്തിലും അവിടെ ഇല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ വിട്ട് ആയിക്കോ. എന്നിട്ട് 1 മാസം കഴിഞ്ഞാണ് രാധാകൃഷ്ണൻ പ്രസിഡൻ്റ് ആക്കിയത്.
അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെടും, ഞാൻ പാർട്ടി ഇഷ്ടപ്പെടുന്നു എന്നുകൊണ്ട് രാധാകൃഷ്ണൻ 1 മാസം കഴിഞ്ഞ് കൊടുത്തു, അങ്ങനെ കൊടുക്കാറില്ല. അത് ആ പാർട്ടി ഇപ്പോൾ വീണ്ടും അനൂചാക്കോ ഉൾപ്പെടെയിൽ മറ്റെടുത്തില്ല. ഒരു മുസ്ലിം നാമധാരി അറിയപ്പെടുന്നതിന് ഇങ്ങനത്. എന്നാൽ തൊഴിലാളി വിങ്ങിൻ്റെ ഒരു മുസ്ലിം നാമധാരി ഇന്ന് ഞാൻ കണ്ടു, ആ തൊഴിലാളി പ്രസ്ഥാനം അതിലെ ആ ഉപവകുപ്പല്ലാതെ മെയിൻ വകുപ്പിലെ സെക്രട്ടറി പ്രസിഡന്റോ അതുപോലെ ഒരു മുസ്ലിം നാമധാരി ഉണ്ടോ? 40% ഉള്ളതല്ലേ ഈ വിഭാഗം. അങ്ങനെ ഏത് വടക്കന്യ പാർട്ടി വന്നാലും അതെല്ലാം ഒരു മുസ്ലിം സമുദായം കിട്ടില്ല. അത് എന്തെങ്കിലും പാട് എടുത്തു കഴിഞ്ഞാൽ അവനെ ഒതുക്കാൻ തന്നെ ശ്രമിക്കും. അത് അന്തർദേശീയ ഗൂഢാലും നടക്കും, അങ്ങനെ തകർത്തുകളയും ചെയ്യും. എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് എത്ര വോട്ടുണ്ട് ഇവിടെ? വോട്ടിംഗ് കപ്പാസിറ്റി നോക്കണ്ടേ? ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് ആനുകൂല്യം കൊടുക്കണ്ടേ? അതല്ലേ നീതി എന്ന് പറഞ്ഞത്. വോയിസ് ഓഫ് ജസ്റ്റിസ്, വോയിസ് ഫോർ വോയിസ്ലെസ്. ആ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളും ഇത് ഇൻഷാല്ല, ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല. ജാതിക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും ലേബിൾ എടുത്ത് ഏതെങ്കിലും പാർട്ടി പോയി കൂടെ നിന്ന് റാമൊളി ഒരു MLA കഴിവെങ്കിലും മന്ത്രിക്കാക്കാൻ ശ്രമിക്കാൻ പാടില്ലേ? എന്താ കിട്ടൂലേ? സംസാരിക്കാൻ കഴിയില്ല, അത്യാവശ്യം ജീവിക്കാൻ വഴിയില്ലേ, ക്വാളിറ്റിയില്ലേ, ഇല്ല അല്ലേ? പക്ഷെ നമുക്ക് താല്പര്യമില്ല, കട്ടെടുക്കാനല്ലേ, കക്കാനല്ലേ, അല്ലാതെ ശമ്പളമൊന്നും ഇല്ലല്ലോ. എനിക്കത് വേണ്ട, എനിക്കൊരു ജനങ്ങളെ പറ്റിച്ച് ഒറ്റ വേണ്ട. അപ്പം അങ്ങ് നിൽക്കുന്നത് കുഞ്ഞാക്ക്, നിങ്ങൾ ഈ എന്തിനാ ഈ നരകയാതിന് പോലെ നാണം കെട്ടി നിൽക്കുന്നത്? നിങ്ങൾക്ക് പേരൊന്നും മാറ്റിക്കൂടെ, ദേശീയതാരം കൂടെ, അല്ലെന്താ നിങ്ങൾക്ക് നട്ടം വരുന്നത്? ഇത് എന്ത് പറയും? നിങ്ങളുടെ എല്ലാ കാര്യത്തിലും സമുദായത്തിന് വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. അല്ലെങ്കിൽ മുസ്ലിം പണ്ടിവിടെ മുഖ്യമന്ത്രിയാണ്. ഇത് നിങ്ങളിട്ട് ആകെയില്ല, നിങ്ങൾക്ക് ആകാനും പറ്റില്ല, നിങ്ങൾ മറ്റു മുസ്ലിം കൊടുക്കുകയില്ല. സത്യമല്ലടോ കുഞ്ഞാക്കത്. അള്ളാഹുവിനും മറിച്ച് പറയും. ഞാൻ കാന്തപുരത്തോട് പറഞ്ഞു, അള്ളാഹുവിനും മറിച്ച് പറയരുത്. ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളാണ്, പാവപ്പെട്ടവൻ, സാധു മനുഷ്യ. നിങ്ങളുടെ ദുഷ്ടത്തരല്ലേ ഇത്? നിങ്ങളൊരാൾ കിട്ടുകയില്ല, നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ നാണക്കേടാണ്. നിങ്ങൾ ചോദിച്ചത് ഉപമുഖ്യമന്ത്രി. പക്ഷേ മറ്റു സമുദായം, മുസ്ലിം സമുദായം അറിയില്ല, അല്ലെങ്കിൽ ആര്യാട് മോമിനാക്കണല്ലേ, നിങ്ങളാക്കൂല. കോൺഗ്രസ് വളർത്തൂല ഇവിടെ, മുസ്ലിം കോൺഗ്രസ് വളർത്തൂല, എല്ലാം ലീഗ്. ഇപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള 10 വയസ്സ് വഴിയുള്ള എല്ലാം കാക്കാൻ പറ്റും, ലീഗിൽ പോയി അവിടെ പവർ കിട്ടും. ഇപ്പോൾ കളമ്പശ്ശേരി എളുപ്പി ടോളിലേക്ക് ഒരു കാക്കാട്ടില്ല, MES അബൂക്കാക്ക ഭരണം കിട്ടിയപ്പോൾ ലീഗിലേക്ക് പോയി. ഇപ്പോൾ ഭരണം പോയപ്പോൾ എവിടുന്നത് CPM-ലേക്ക് പോയി. ഇപ്പോൾ അവർ ദേശാചിമ്പത് തമ്മിലെന്തോ ചില ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സ്വാർത്ഥ താല്പര്യം. ഇതിനെ വെള്ളാപ്പള്ളി കുറ്റം പറഞ്ഞു. അവർ കാണിച്ചതാണ്, ഒരു കക്ഷിയും UDF-ൽ നിൽക്കും, ഒരു കക്ഷി LDF-ൽ നിൽക്കും. UDF-ൽ മാറ്റി പോയപ്പോൾ 2 കക്ഷി LDF പോയി. ഇപ്പോൾ അവർ തെറ്റായി. എന്താണോ ജനങ്ങളെ സമൂഹത്തെ പറ്റിച്ച്, പടച്ചോനും പറ്റിച്ച് ഇങ്ങനെ എത്ര കാലമുണ്ടോ നിങ്ങളൊക്കെ? ഞാൻ അബൂബക്കർ സാഹിബ്, നിങ്ങൾക്ക് എത്ര കാലമുണ്ട് ഈ ലോകത്ത്? ഈ അധികാരത്തിന് പുറകെ പോയി സത്യത്തിൽ നിന്ന് എന്തെല്ലാം പ്രശ്നങ്ങളെ സ്ഥാപനം അറിയുമ്പോൾ നമ്മളത് ഉണ്ടായിരിക്കുകയാണ്. കാരണം എന്നിട്ട് അപ്പം അങ്ങനെ ഓരോന്നും അക്കിട്ട് എന്നെ കൂടി പറയിപ്പിക്കരുത്. ഓരോ സ്ഥാപനത്തെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ച് നമ്മുടെ ലിസ്റ്റ് ഉണ്ട്. ഞാനൊന്നും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് 10 പൈസ വാങ്ങിക്കും പരിപാടി ഒന്നും നിൽക്കില്ല, ഞാൻ ചോദിക്കില്ല. അപ്പം മുസ്ലിം ലീഗ് കാരണമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇത്രയും നാണക്കേടെന്ന് പറഞ്ഞാൽ അത് പരമാർത്ഥമാണ്, സത്യമാണ്. അവർ നന്നാവില്ല, അവർ മുസ്ലിങ്ങൾ നന്നാക്കാൻ സമ്മതിക്കില്ല. കോഴി വിടയില്ല, കാക്കി കൂടെ നേരിൽ നില്ലിക്കുകയില്ല, മറ്റൊരു ഇരുത്താൻ വിടുകയില്ല. സ്വയം നാറുകയും ചെയ്ത് സ്വന്തം നാറ്റുകയും ചെയ്ത് എന്ന് ഞാൻ പറഞ്ഞല്ലേ. നിങ്ങളിനി ഏത് കാലത്താണ്? എനിക്ക് സങ്കടമുണ്ട്. 100 വോട്ട് 110 1000 വോട്ട്, ഒരു 1000 വോട്ടാണ് കിട്ടുന്നത് കോൺഗ്രസ്. അത് നയിക്കുന്ന ആ സതീശൻ, രമേശൻ, ഇവരൊക്കെ പിറകെ നിങ്ങൾ റാംഹുളി നടക്കുമ്പോഴേ കുഞ്ഞാക്ക നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾക്കറിയില്ലേ? ആനയുടെ കപ്പാസിറ്റി അറിയില്ല എന്ന് പറയില്ല. നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ്? പിണറായി വിജയൻ മാറ്റി നിർത്തിയ നിങ്ങളെക്കാൾ വലിയ നേതാവ് കേരളത്തിലുണ്ടോ? ഇന്ത്യയിലെ കൈവിട്, കേരളത്തിലുണ്ടോ? ആ നിങ്ങൾ എന്താണ് ഈ സതീശനൊക്കെ പോലെ റാംഹുളി നിൽക്കണത്? ബുദ്ധി കൊണ്ട് ചിന്തിക്കണോ? നിങ്ങൾക്ക് എന്താണ് അള്ളാഹു ബുദ്ധിയും കഴിവ് തന്നത്? ചിന്തിക്കാനല്ലേ. ഇപ്പോൾ ഓടിപ്പോയി LDF പോയി പോകണോ? ആകെ അങ്കലാപ്പാണ് മുസ്ലിം ലീഗ്. LDF പോകേണ്ടി വരുമോ? പോകേണ്ടി വരുമോ? അതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ തല ഉയർത്തി ആത്മാഭിമാനത്തോടെ ഞാനൊരു ഭാരതീയനാണ്, അതുപോലെ തന്നെ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തലയിൽ തൊപ്പിച്ച് നടക്കാൻ പാടില്ലേ? വല്ല കുഴപ്പമുണ്ടോ? പക്ഷെ രാഷ്ട്രീയത്തിൽ ആ മുസ്ലിം എന്ന് വാക്ക് മാറ്റണം. അത് ആത്മീയമല്ല, ഭൗതികമാണ്. മറ്റേ ആത്മീയത്തിൽ വെച്ച് അതേ കാന്തപുരത്തോട് പറഞ്ഞത് നിങ്ങൾ മുസ്ലിം പേര് ഉപയോഗിക്കണം, കാരണം നിങ്ങൾ ആത്മീയ സംഘടനയാണ്. ഇത് ഭൗതിക സംഘടന. ഭൗതിക സംഘടന ജാതി പേര് പാടില്ല. ഇപ്പം അറബികൾ ബോംബുണ്ടാക്കുന്ന പറയുമ്പോൾ അപ്പോഴും പറയുന്നുണ്ട് മുസ്ലിം നാറ്റോ എന്ന് പറയുന്നത്.
എതിരാളി പറയുന്നു മുസ്ലിം നാറ്റോ പറയുന്നത് ഞാൻ നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ മുസ്ലിങ്ങളോട് പറഞ്ഞ പോലെ അവരാക്കില്ല. ക്രിസ്ത്യൻ നാറ്റോ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഏതെങ്കിലും തെണ്ടികൾ പറയുന്നുണ്ടോ ക്രിസ്ത്യൻ നാറ്റോ എന്ന്? പക്ഷേ അത് മുസ്ലിം നാറ്റോ പേരിട്ട് കഴിഞ്ഞു ഇവിടെ ആൾക്കാർ. അത് ഉപയോഗിക്കുകയെന്ന് പറഞ്ഞ് അറബികൾ അവരെക്കുറിച്ച് പറയുമ്പോഴേ എടോ അറബി നാട്ടിലെ പുണ്യവന്മാരെ സൂലൂരുവായ അറബികളെ 80 വർഷം 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എടുക്കുക, ബാക്കിയൊക്കെ പോട്ടെ. കാരണം ഭൂമി ഉണ്ടായിട്ട് കോടാനുകൂടി വർഷമായി, ജനഭൂമിയിൽ മനുഷ്യവാസന കോടാനു വർഷമായി. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് 1940 തീരാണ്. ആ 40 ഞാൻ ഇപ്പം എത്ര വർഷമുണ്ട്? 55, 5, 60, 80 വർഷം. ഈ 80 വർഷത്തെ പുരോഗതിയും അതിനു മുൻപുള്ള കോടാനുകോടി വർഷം പുരോഗതിയും താരതമ്യം ചെയ്താൽ ഒരു താരതമ്യം പണ്ട് നടത്തിയാൽ ആ കോടാനുകോടി വർഷത്തെ പുരോഗതിയേക്കാൾ കൂടുതൽ ഈ 80 വർഷത്താണ്. ആ 80 വർഷം വളരെ നിർണായകമായിരുന്ന ലോകത്ത് എല്ലാവർക്കും, ലീഗിനും അതെ അറബികൾക്കും അതെ. എന്നിട്ട് ഒരു കളിത്തോക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ സാധിച്ചോ? നിങ്ങൾ ശ്രമിച്ചോ? ഇപ്പോഴും അമേരിക്കയുടെ റാമുള്ളി നിൽക്കല്ലേ? നിങ്ങൾക്ക് യുദ്ധത്തെ പറ്റില്ല, നിങ്ങൾ അതിന് തയ്യാറില്ല. ഇനിയെങ്കിലും ചിന്തിക്കണ്ടേ? ഇപ്പോഴേ നിങ്ങൾ അമേരിക്കയെ രാജ്യവിട്ടിട്ടുണ്ടേ. ഇത്രയും നീചമായ പ്രവൃത്തി അമേരിക്ക ചെയ്തിട്ട് അവർ നിങ്ങൾ കാവലേൽപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ മുസ്ലിം ലീഗിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങളെ പറഞ്ഞത് നിങ്ങൾക്കൊരു ഭൂമി ജീവിക്കാൻ അർഹതയില്ലെന്നേ. മുസ്ലിം പേര് പറയാനോ അറിയില്ല. കാരണം 80 വർഷം അള്ളാഹു നിങ്ങൾക്ക് ഞാമത്ത്, അനുഗ്രഹം, സമ്പത്ത് എന്ന് കോടിക്കണക്കിന്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്ത്? ആ പണം എടുത്ത് എന്ത് ചെയ്ത്? ലോകബാങ്കിൽ കൊണ്ടുകിട്ടി കോടാനുകോടി പലിശ. നിങ്ങൾ വായിച്ചാൽ വാങ്ങിക്കില്ല. ആ പലിശ കൊണ്ടാണ് അമേരിക്കയിൽ കൂടെ ബൈബിൾ പ്രചരണത്തിൽ കേരളത്തിൽ പോലും. ഞാൻ ഇന്ന് സൗത്ത് കൊറിയ നാൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ബൈബിൾ പ്രചരണം ഐ കെയ് ഫ്രം സൗത്ത് കൊറിയ എന്ന് പറഞ്ഞ് ആ പണമൊക്കെ ഈ അറബികൾ ലോകബാങ്കിയുടെ പണം പലിശയാണ്. അവർ വാങ്ങിക്കില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ രാജിവെക്കാതെന്ന് പണം പിൻവലിക്കേ. അർമേനിയ പുറത്ത് ഈ 3 കാര്യം നിങ്ങൾ ചെയ്താൽ മുസ്ലിം ലീഗിനോട് പറയുന്ന അതേ ഭാഷയിൽ ഞാൻ പറയും. മുസ്ലിം ലീഗ് നിങ്ങളാ മുസ്ലിമത്തെ പേര് മാറ്റി നിങ്ങൾ തോൽപ്പിക്കാൻ ആർക്കും സാധ്യത. നിങ്ങൾക്ക് 1-ാം സ്ഥാനം നിൽക്കാം. സതീശിനെ പുറകെ പോയില്ല, നിങ്ങളുടെ പുറകിൽ സതീശൻ നിൽക്കും, രമേശ് വരും. ധൈര്യമുണ്ടോ? അതുപോലെ അറബികളോട് ഈ 3 കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അമേരിക്ക വരും. ഇത് നിങ്ങൾക്ക് അനക്കാൻ പറ്റുമോ? എല്ലാ താക്കോലിക്കും അവരുടെ കയ്യിലല്ലേ. എന്തിടോ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട്? പാറയും പിന്നെ ഇടിമില്ലിനെ കുറിച്ച് പറയും. പാറ 1000 കൊല്ലം ജീവിക്കും, അത് ഉപകാരമില്ല. ഉപകാരമുണ്ടോ? ഇടിമിൽ ഒരു നിമിഷമുള്ളൂ, ആ ഉപകാരം. അപ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് കാലമുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളോ സുഖിച്ച് താമസിച്ചു വയ്ക്കുക നല്ലത്. എന്തെങ്കിലും സമൂഹത്തിനോ സമുദായത്തിനോ വേണ്ടി ചെയ്തു. അറബികളുടെ പറഞ്ഞത് ആരെയും പിരിവിനെല്ലുമ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കും. അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ പലരുണ്ട് പിന്നെ അനാഥമായി നടത്തുക, ഭക്ഷണം കൊടുക്കുക. വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കുക എന്ന് നല്ലത് തന്നെ, സംശയമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് ആ ഒരാളുടെ ഒരു നേരത്തെ വിശപ്പ് കുറവ് നല്ലത് അയാൾ നന്നാവില്ല. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ പണം ഉണ്ടാക്കി അനാഥം നടത്തി ഭക്ഷണം കൊടുത്ത് നടക്കല്ല. ഞങ്ങൾ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ വളരെ തിയറിറ്റിക്കൽ ആൻഡ് ടെക്നിക്കലി സമുദായത്തിനെ ഉയർത്താനുള്ള ശ്രമമാണ്. ആ സമുദായത്തെ ഉയർത്തി മറ്റ് സമുദായങ്ങളെ ആക്രമിക്കാനല്ല, അവരെ സ്വയം ഒന്ന് നന്നായി മറ്റൊരൊപ്പം തല ഉയർത്തി നിൽക്കാൻ വേണ്ടിയാണ്. മുസ്ലിം ലീഗ് നിങ്ങൾ അനാഥം നിട്ട് കാൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഭരണം കിട്ടും, നിങ്ങളുടെ ആൾക്കാർ കുറേ ജോലിക്ക് കൊടുക്കുക, സമ്പാദിക്കുക, അതൊക്കെ ശരിയാണ്. അതല്ലാതെ എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഏറ്റവും വലിയ കാര്യം അറബിക് സർവകലാശാല നിങ്ങൾ തൊടിയോ നിങ്ങളത് എതിരുന്നില്ലേ? എല്ലാ പുരോഗതിക്കും നിങ്ങൾ എതിർ നിൽക്കല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ പുരോഗമന ഇതും അവരിതിർക്കും. ടൈപ്പ് കമ്പ്യൂട്ടർ പിന്നെ ട്രാക്ടർ അതുപോലെല്ലാം അവർക്കൊരു പുരോഗതി ചിന്താഗതിയില്ല. പഴഞ്ഞ ശൈലി തന്നെയാണ് ഇപ്പോഴും. ആ നൂറ്റാണ്ട് പഴക്കമുള്ള ചിന്ത, പുതിയ ശൈലിയൊന്നും ഇല്ല. അപൂർവം പേര് ഒഴിവാക്കിയൊന്നുമില്ല. ഇപ്പോഴത്തെ അവസ്ഥ തന്നെ ഒരു പുരോഗമനപരമായ ഒരു ചിന്താശക്തി ഇല്ലെന്ന് പറയാൻ. കാരണം കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM അല്ലേ. ഞാൻ താമസിച്ച വീടിൻ്റെ അടുത്ത് ഒരു റോഡുണ്ട്. അവിടെ പള്ളിപ്പറമ്പ് റോഡെന്നാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് NSS റോഡാക്കി. ഇപ്പം ഒരു സൈഡ് അങ്ങോട്ട് പോകുമ്പോൾ പള്ളിപ്പറമ്പ് റോഡാവും, ഇങ്ങോട്ട് പോകുമ്പോൾ NSS റോഡാവും. ഇത്രയും വിഡിത്തം കാണിച്ചിട്ട് ഒരു കൗൺസിലുണ്ടോ, ഒരു മേയറുണ്ടോ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഞാൻ മേയരോടൊക്കെ വെല്ലുവിളിക്ക് മേയരോട് പറയാണ്, ആ പോണത്തോട്ടിൽ 4ാമത്തെ 5ാമത്തെ റോഡുണ്ട്, അല്ല ഒറ്റ പിന്നെ എന്താണ് സ്റ്റേഡിയത്തിൽ പോകുന്ന വഴിയുണ്ട്. പള്ളിപ്പറമ്പ് റോഡെന്നാണ്, നൂറ്റാണ്ട് പഴക്കമുള്ളതാണ്. അവിടെ പള്ളിയുടെ ഒരു പരമാധികം ചർച്ചിൻ്റെ. അതിപ്പോൾ NS റോഡാക്കി. അങ്ങനെ ആക്കുകയാണെങ്കിൽ അത് പരസ്യമായിട്ട് പറഞ്ഞ് ചർച്ച ചെയ്താക്കി. ഇതിപ്പോൾ ഒരു വശത്ത് പോകുമ്പോൾ പള്ളിപ്പറമ്പ് റോഡാവും, ഇങ്ങോട്ട് വരുമ്പോൾ NS റോഡാവും. അതുപോലെ പാലായിരത്തിൽ നിന്ന് തമ്മനത്ത് പോകുന്ന റോഡ് മഹാവിജി
റോഡ് റോഡല്ല മഹാവി വെള്ളത്തോട്. പിന്നെ അതുകൂടെ തമ്മനം പാലാട്ട് റോഡ് പേരുണ്ട്. 2 ബോർഡ് ഇപ്പോഴും ഉണ്ട്. അതാ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ ഭരണത്തിൽ യാതൊരു പുരോഗമന ചിന്താഗതിയില്ല. ഞാൻ സങ്കടപ്പെട്ടവരാണ്. അങ്ങ് നശിക്കാൻ പറ്റിയ പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ്. അത് വളർന്നു നിൽക്കണം, ഉയർന്നു നിൽക്കണം. ഈ നാട്ടിൽ പഴയ അടിമത്തത്തിലും അന്ധവിശ്വാസത്തിനും കുറെ സ്വാധീനമൊക്കെ പ്രവർത്തിച്ച പല ശക്തികളിൽ ഒരു പ്രബല ശക്തി കമ്മ്യൂണിസമാണ്. പ്രത്യേകിച്ച് ഇവിടെ DYFI ആണ്. പല അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിച്ച പാർട്ടിയാണ്. അതൊക്കെ നമുക്ക് അഭിമാനത്തോടെ പറയാം. പക്ഷെ അത് ഇന്ന് മാറിപ്പോൾ 2000 ശേഷമൊക്കെ മാറി വെറും സുഗലോലൂരായി, കോർപ്പറേറ്റ് സംസ്കാരമായി. പിണറായി സഖാവിൻ്റെ സംസ്കാരം കോർപ്പറേറ്റ് സംസ്കാരം അല്ലാതെ അല്ല. ഇപ്പം ഞാൻ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞ് നിർത്താം. രാജീവ് എൻ്റെ വലിയൊരു സുഹൃത്തുക്കളെല്ലാം അറിയും. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് കുറച്ചൊക്കെ. പക്ഷേ HMDയുടെ 50-60 ഏക്കർ സ്ഥലം കൊടുത്ത് ലോജിസ്റ്റിക്സ് ഒരു കമ്പനി തുടങ്ങി. ആരാണ്? അദാനിയുടെ വലിയ ഉദ്ഘാടനം നടത്തി. അവിടെ പാവപ്പെട്ട സാധാരണക്കാർ ജോലി കിട്ടുമോ? അവർ ഡൽഹിയിൽ നിശ്ചയിക്കുന്ന ആ സവർണ മേധാവികൾക്കോ ഇവിടെ രാജ്യം പറയുന്നത് കുറേ തമ്പുരാക്കന്മാർക്കല്ലാതെ ഒരു സാധാരണക്കാർക്ക് കിട്ടുമോ? പറയുമ്പോൾ നമ്മൾ വലിയ രാജ്യ പുരോഗതിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തു, പിണറായി വിജയൻ ചെയ്തു, വ്യവസായ മന്ത്രി രാജീവ് ചെയ്തു. അതുപോലെ വലിയ പ്രചരണമാണ്. അതൊന്നുമല്ല, ലോജിസ്റ്റിക് കമ്പനി വന്ന് 10-100-200 പേർക്ക് ജോലി കൊടുക്കുന്ന നല്ല രാഷ്ട്രപുരോഗതി. എന്നാൽ ഗാന്ധി പോലെ ഗ്രാമങ്ങൾ നോക്കണം. ഇപ്പം സിറ്റിയിലേക്ക് രാവിലെ ഗ്രാമങ്ങളിൽ നിന്ന് ഒഴുകും. അതാണല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. എല്ലാ ഗ്രാമത്തിൽ നിന്ന് എറണാകുളത്തേക്ക് ആൾക്കാർ വരും. രാവിലെ എല്ലാം ഫുള്ളാണ്, അങ്ങോട്ടും എല്ലാം ഫുള്ളാണ്. ഉച്ചയ്ക്ക് ബസ്സൊക്കെ ഫ്രീ ആണ്. അതാണ് ഞങ്ങൾ വ്യാപാര വിപ്ലവം വേണമെന്ന് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ ഗ്രാമങ്ങൾ വളരുന്നുണ്ടോ? എന്ത് നടക്കലും സിറ്റിയിൽ വരും ജോലി കിട്ടി. അതാണ് ഗ്രാമങ്ങൾ വളരണം. കർഷക ഗ്രാമങ്ങളാണ് ഇന്ത്യയിലുള്ളത്, കേരളത്തിലുള്ളത്. ഇത് ഏതെങ്കിലും വൻതൂക്കൾ വരും. ഇപ്പം എന്താണ്, ഇപ്പോൾ കോൺഗ്രസ് എടുത്താൽ കോൺഗ്രസ് ഇപ്പം മന്ത്രിയില്ലല്ലോ, MP അല്ലെങ്കിൽ MLA ആണെങ്കിലും പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇത് കുറേ പണം വാങ്ങിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നു. ഏത് നമ്മുടെ വിനോജി കൊടുക്കുന്ന ഏറ്റവും വലിയ പുരോഗമനം പറഞ്ഞിട്ട് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നു. ആരോ സ്പോൺസർ ചെയ്ത് ആരും ഫ്ലെക്സും വെച്ചത്. അല്ലാതെ സ്വന്തമായിട്ട് യൂണിറ്റ് ഉണ്ടാക്കുക, 10 പാർട്ടി സംഘടിപ്പിക്കുക, ഏതിന് അടിസ്ഥാനപരമായിട്ട് കാര്യം ചെയ്യാം. ചെയ്യുന്നുണ്ടോ? MLA അല്ലേ? ഞാൻ കുറ്റപ്പെടുത്തല്ല. ചേർന്നും കൂടി രാവിലെ നടക്കുമ്പോൾ കണ്ട് എൻ്റെ സുഹൃത്താണ്. അപ്പോൾ നമ്മുടെ പിന്നെ ഈടഞ്ചിയിലെ IB ഈടഞ്ചി കുഴപ്പമില്ലാത്ത പയ്യനാണ്. അത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലുള്ള സ്പോൺസർ ചെയ്ത് പരിപാടി വയ്ക്കുന്നത്. സ്വന്തമായിട്ട് യൂണിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പാർട്ടി പണം പിരിവ് എന്നാണ് പാർട്ടി വളർച്ച കൂടിയാണ്. അല്ല പണം മാത്രമല്ല, ഇത് നല്ല കോർപ്പറേറ്റിൽ നിന്ന് അല്ലെങ്കിൽ കള്ളക്കത്തായാലും പണം വാങ്ങി പ്രവർത്തനം നടക്കും. അപ്പോൾ അതൊന്നും അല്ല സാർ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, കോൺഗ്രസും തദൈവമാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് കുഞ്ഞാക്കയോട് പറയുന്നത്, അറബികളോട് പറയുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നന്നാവും, സമൂഹം നന്നാവും, രാജ്യം നന്നാവും. ഇല്ലെങ്കിൽ നിങ്ങൾ നശിക്കും, രാജ്യം നശിക്കും, സമൂഹം നശിക്കും, സമുദായം നശിക്കും. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.